ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലത്തെ കൊയ്ത്തിന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഫോണിൽ ഇരിക്കുന്നൊരു വീഡിയോ ആണ്. പക്ഷെ നമുക്ക് ലോങ് വീഡിയോ ഒന്നും ഫോണിൽ ഇടാൻ പറ്റാത്ത കാരണം നമ്മളങ്ങനെ എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ കളയേണ്ടി വന്നു കേട്ടോ. അങ്ങനെ പിന്നെയും സ്പേസൊക്കെ കിട്ടി. അങ്ങനെ വീണ്ടും നമ്മൾ ലോങ് വീഡിയോ തൽക്കാലത്തേക്ക് ഇടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കൊയ്തും കൊണ്ടിരിക്കുകയാണ് വണ്ടി കേട്ടോ. ഞാനും ശിവയും കൂടിയാണ് വന്നത്. പൊട്ടച്ചേർന്ന് അങ്ങനെ ഇതാ പാടത്തേക്കാണ് കേട്ടോ വന്നത്. അച്ഛനും അമ്മയൊക്കെ പാടത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ വണ്ടി ഇങ്ങനെ കൊയ്തും കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കൊറ്റികൾ കണ്ടോ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ജീവൻ വരെ കളയാൻ റെഡി ആയിട്ടുള്ളത്. ആ മെഷീൻ്റെ അടിയിൽ പെടുമെന്നുള്ള പേടിയാണ് തൊട്ടൊക്കെ. അവർക്ക് പിന്നെ അവരുടെ രക്ഷ അവർക്കറിയും. അതുകൊണ്ട് പിന്നെ പേടിക്കാനൊന്നുമില്ല. കണ്ടു നിന്നൊക്കെയാണ് പേടി. പിന്നെ 2-3 വർഷമായിട്ട് നമ്മളിത് ഈ കൊയ്ത്ത് വണ്ടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊയ്യാറ്. അതാണ് ലാഭം തന്നെയാണ് അച്ഛൻ പറയണത്. അപ്പം ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഞാറുപറയും നടിയിലും പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാടം തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇതാ കൊയ്യണത്. അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞാൽ നമ്മൾ നെല്ല് ഉണക്കലും ചേറലൊക്കെ കഴിഞ്ഞാൽ ചാക്കിലാക്കിയിട്ട് പിന്നെ നമ്മൾ റോഡ് സൈഡിൽ റൂം വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഈ നെല്ലൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുക. കാരണം നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ സപ്ലൈക്കോ വഴിയാണ് കേട്ടോ നെല്ല് വെക്കണത്. അപ്പോൾ അവരുടെ വണ്ടി വരുന്നവരെ നമുക്ക് ഒരു ഭാഗത്ത് സുരക്ഷിതമായിട്ടിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന റൂം. പിന്നെ കൊയ്ത്ത് കഴിഞ്ഞൊരു മാസമൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെയാണ് കേട്ടോ. അല്ലാതെ കൊയ്ത്തും കഴിഞ്ഞിട്ട് വേണ്ടേ സപ്ലൈക്കോ വഴിയാകുമ്പോൾ ആ വണ്ടി വരാൻ. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറ്. അപ്പോൾ ഈ കണ്ടത്തിലത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് നെല്ല് കൂട്ടിയതാണ് കേട്ടോ അത്. ഞാൻ വന്നപ്പോഴേക്ക് 2-3 കണ്ടം കൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട്. ശിവകുട്ട ഇതാ നടുപ്പാടത്ത് വെയിലും കൊണ്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കുടയൊക്കെ ഉണ്ട്, പക്ഷെ കുട കേട് വന്നു കേട്ടോ. നിവർത്താൻ പറ്റണില്ല. കുട നമ്മളെ ചതിച്ചു അല്ലേ ശിവ? എന്നാലും വെറുതെ തലയിൽ വെച്ചോ, വെയിൽ കൊള്ളില്ല. ശിവത ഇവിടുത്തെ ചെറിയ ചെറിയ പൂക്കളൊക്കെ എടുക്കുക കേട്ടോ. മതി ശിവ, നല്ല വെയിലാണേ. ശിവ ഈ പറന്ന് പോവോ? പറക്കണ്ട. ആ ശിവ പറന്ന് പോവോ അപ്പോൾ കാറ്റത്ത്? നല്ല കാറ്റാണ്. അതാ തലയിൽ തോർത്തിട്ടോളേ. എത്ര കണ്ടം കൊയ്ത്ത് കഴിഞ്ഞു? ഇവിടെ 4 കണ്ടം. 4? ഇനി എത്ര ഉണ്ട്? 3 ഇവിടെ ഉണ്ട്. നീല 2 കൂടെ വീടുണ്ട്. കൊയ്യാണ്ട് ഇവിടെ തോട്ടില് റോഡ് സൈഡിൽ. പിന്നെ താഴെ. അതെ, രാവിലെ നേരത്തെ തുടങ്ങിയണോ? രാവിലെ ഇപ്പോൾ മഞ്ഞ് കുറവായതുകൊണ്ട് 8 മണിക്ക് തുടങ്ങി. ഞാൻ 9 മണിയൊക്കെ ആയിട്ട് സമയം തുടങ്ങില്ല. അപ്പോൾ 2 മണിക്ക് നേരേക്ക് പറ്റില്ല. ഇത് നമ്മൾ നേരേക്ക് ഇരുന്നെങ്കിൽ നെല്ലൊരുപാട് പോകും. അപ്പോൾ അത് കാരണം സൈഡും നേരേക്ക്. അപ്പോൾ ഞങ്ങൾ വന്ന് 8 മണിക്ക് അപ്പോൾ തുടങ്ങി. മഞ്ഞ് കുറവാ പറഞ്ഞു. ഈ കണ്ടത്തിലത്തെ മാത്രല്ല അല്ലേ? എന്നപ്പോ എത്ര നന്നൂല്ലേ? ഒരു കണ്ടത്തില് നെല്ല് മാത്രം ഉദ്ദേശിച്ച് നമ്മള് രക്ഷപ്പെട്ടൂല്ലേ? കഴിഞ്ഞ കൊല്ലത്തേക്കായും കുറച്ച് പേര് കഴിഞ്ഞ കൊല്ലം ഭയങ്കര കുറവായി. എന്നാലും ആളെ വെച്ച് കൊയ്യണേക്കായി നല്ലതല്ലേ? ഈ സ്ഥലം പോയപ്പോഴേക്ക് റോഡിലെ നെല്ല് കയറ്റിയപ്പോഴേക്ക് 1,10,000 രൂപ ചിലവാ. കൊയ്ത്തിനും നെല്ല് പിടുത്താനും കയറ്റി വിട്ടത്. എന്ത് കിട്ടാനും ഇങ്ങനെ പരത്തി കൊടുക്കണം വെച്ചാ വെയിൽ കൊണ്ടിട്ട് ഉണക്കം ഇത് കുറവാണെങ്കിൽ നമ്മൾ നല്ല ഉണക്കിയിട്ടൊക്കെ കൊടുക്കും. പിന്നെ ആ സമയത്ത് ആ ഉണക്കിട്ടാൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞാൻ എല്ലാ കൊല്ലം ഒരു 4 ദിവസം വെയിലൊക്കെ ഉണക്കിട്ട് ഉണക്കി കയറിയിട്ടൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ അതിന് വലിയ പദ്ധതി ഇപ്പം 4 ദിവസം വെയിലത്ത് പറഞ്ഞാൽ നല്ല ഉണക്കാവുമല്ലോ. രാവിലെ ഒക്കെ മഴക്കാറുണ്ടായിരുന്നു.
അതാ പേടി. ഇതിപ്പോൾ മഴയൊക്കെ പോകുന്നത് അറിയില്ല. ഇത്ര ദിവസമില്ലാത്ത മഴക്കാറല്ലേ? രാത്രി വൈകുന്നേരം നല്ല മഴ പെയ്തു. കിട്ടിയ ഭാഗമൊക്കെ നല്ല. ഇനിയിപ്പോൾ ഇത് പാടത്തുനിന്ന് കൊണ്ടുപോകുന്നവരെ മഴ ഇല്ലാഞ്ഞാൽ മതിയായിരുന്നു. നോക്കാം, മഴ പെയ്യാൻ. മഴ പെയ്താൽ ചേർന്നത് മെഷീനല്ലേ? അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആളെയും കിട്ടാല്ല. പിന്നെ കൊച്ചി തിന്നണൊക്കെ വെച്ചാ പ്രാണികളെ തിന്നല്ലേ? അപ്പം അമ്മ ഇതാ അവിടെ അരികിലത്തൊക്കെ കൊയ്യാണ് കേട്ടോ. അരികിലും മുക്കിലൊക്കെ ഉള്ളതൊന്നും കൊയ്ത്ത് വണ്ടി കൊയ്ത തട്ടില്ല, അപ്പോൾ അതൊക്കെ കൊയ്യാണ് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ചേനയ്ക്ക് വില കമ്മിയായതുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷ ഉള്ളത് ഈ നെല്ലിലാണ് കേട്ടോ. നല്ല രസമുണ്ടോ ശിവ വെയിലത്ത് കൂടെ ഓടാൻ? ഇങ്ങോട്ട് ഒഴിച്ചിട്ട് മൂലയൊക്കെ വെട്ടിക്കൊടുത്താൽ അത്രയും കതിരിതാവും. എന്നാലും വിഷയം കൊയ്യുമ്പോൾ ആര് കൊയ്യുമ്പോൾ പോകുന്നുണ്ടല്ലോ. കുറെ നമ്മൾ അപ്പോൾ ശിവദ ഞങ്ങളുടെ കൂടെ നടന്നിട്ട് അവിടെയുള്ള പൂവും പുല്ലൊക്കെ പറിച്ച് കളിക്കുകയാണ് കേട്ടോ. പിന്നെ അവളിങ്ങനെ പാടത്ത് കൂടെ ഓടി കളിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലം കേട്ടോ. അത് ഞങ്ങൾ സ്കൂളൊക്കെ പൂട്ടി അങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടത്ത് കൂടെ ഞങ്ങൾ ഓടി കളിക്കും കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ തന്നെ പാടങ്ങളാണല്ലോ. അമ്മ ഇവിടെ ക്ഷീണിച്ചിരിക്കുക കേട്ടോ. രാവിലെ വന്നതാണ് പാടത്തേക്ക്. അമ്മ ക്ഷീണിച്ചുല്ലേ? അന്ന് ഞങ്ങളിവിടെ വന്നപ്പോൾ ഇതാ ഇവിടെയൊക്കെ ഈ ചെറിയ തോട്ടിലൊക്കെ നിറച്ച് വെള്ളവും മീനൊക്കെ കണ്ടില്ലേ, അതൊക്കെ വറ്റിയിട്ടോ. പിന്നെ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ പാടത്തുനിന്ന് ഇങ്ങനെയുള്ള ഈ കുറ്റിയിൽ നിന്ന് പീപ്പി ഉണ്ടാക്കി കളിക്കും. ഇങ്ങനെ പച്ച നിറത്തിലുള്ളത് അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പീപ്പി ഉണ്ടാക്കി കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയുന്നുണ്ടാവില്ല, അവരങ്ങനെയൊന്നും കളിക്കില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാടത്തെ കൊയ്ത്ത് വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ നാട്ടിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞോന്നൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ.